ഹലോ, അപ്പോൾ ഈ ഒരു കടലക്കറി നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ കേട്ടോട്ടെ എൻ്റെ കഥ. എന്നെ അറിയാൻ തുടങ്ങിയതും എൻ്റെ ചാനൽ അറിയപ്പെടാൻ തുടങ്ങിയതും അതേപോലെ എൻ്റെ കട അറിയപ്പെടാൻ തുടങ്ങിയതൊക്കെ ഈ ഒരു കടലക്കറിയിലൂടെ ഉണ്ടാ. പിന്നെ ഇത് ഷോർട്ടായിട്ടാണ് ഞാൻ ഇട്ടത്. അപ്പം ഞാൻ വിചാരിച്ചേ ഇത് കണ്ടവരുണ്ടാവും, കാണാത്തവരുണ്ടാവും. കാണാത്തവരാണെങ്കിലും കണ്ടവരാണെങ്കിലും ഒന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല കുറുകിയ ചാറോടുകൂടി ഹോട്ടലുകാരുണ്ടാക്കുന്ന കടലക്കറിയുടെ രുചിരഹസ്യം അറിയണ്ടേ? വാ, വേഗം വാ. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? കുക്കറിലേക്ക് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 4 സവാള ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നപ്പോഴേക്ക് ഒരു തക്കാളിയും 2-3 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പറയാൻ വിട്ടു കേട്ടാ, കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് വഴറ്റിയെടുത്തത്. പിന്നെ കുക്കറിൽ നമ്മൾ കടലക്കറി മസാലയൊക്കെ തളിച്ച് വെക്കണമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടൂട്ടോ. അപ്പം സവാളയ്ക്ക് ഈ ഒരു പരുവമ്പോൾ ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ മല്ലിപ്പൊടിയും ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞങ്ങൾ മിക്ക കറിക്ക് ചിക്കൻ മസാല ചേർക്കോട്ടെ. കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ മസാല ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നു, മിക്ക കറികളിലും ചിക്കൻ മസാലയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യണേ കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ ഒരു 2 കിലോ കടല കുതിർത്താനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുതിർന്നതിന് ശേഷം അപ്പം നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഓർഡർ ആയിരുന്നേ, 2 കിലോ കടലക്കറി ഇടാം, അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മിക്ക ഹോട്ടലുകാരും കടലക്കറി ഉണ്ടാക്കണത് കടലയും സവാളയൊക്കെ കൂടി കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷമാണ് താളിക്കണത്. പക്ഷെ ഞങ്ങളുടെ കടയിൽ ഉണ്ടാക്കണ രീതി ഈ ഒരു രീതിയാണ് കേട്ടോ. അങ്ങനത്തെ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ട് വരാം. വേവിച്ചിട്ട് വരാമെന്ന് പറഞ്ഞാൽ വേറെ എങ്ങോട്ടും പോകണില്ലട്ടോ, ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളാരും പൊയ്ക്കളയല്ലേ. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം നമ്മുടെ കടലയൊക്കെ വെന്താന്ന് നോക്കണുണ്ട്. തുറന്നു നോക്കിയപ്പോഴേ കടല നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. കടലക്കറിയാണെങ്കിൽ വെള്ളം പോലെ ഇരിക്കണമുണ്ട്. നിങ്ങൾ വിചാരിക്കോ ഇവള് കുറുകിയ ചാറോടുകൂടി നല്ല കടലക്കറിയൊക്കെ കാണിച്ചു തരാന്ന് പറഞ്ഞ ആളെ പറ്റിക്കണേനാന്ന് വിചാരിക്കും. ഒരിക്കലല്ലാടോ, കുറച്ചേരം ക്ഷമിച്ചു കഴിഞ്ഞാലേ നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കടലക്കറി റെഡിയാക്കാം. നമ്മുടെ കടയിൽ ഉണ്ടാക്കണ കടലക്കറി കാണണ്ടേ? അപ്പം അതേ ഞാൻ മിക്സർ ജാറിലേക്ക് തേങ്ങയാണ് ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. ഇനി ഇതിലേക്കേ ആ കടലയിൽ നിന്ന് കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് അടിച്ചെടുത്താലേ മുഖത്തോട്ടും ഭിത്തിയിലോട്ടൊക്കെ തെറിച്ച് ഇരട്ടിപ്പണിയാവും കേട്ടോ. എന്നിട്ട് ഞാൻ ആ ഉരുളിയിലേക്ക് എന്ത് ചെയ്യുന്ന വേവിച്ച കടലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത ആ മിക്സില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എന്നിട്ടൊന്ന് ഇളക്കി കൂട്ടിക്കോ. നല്ല കുറുകിയ ചാറോടുകൂടി കടലക്കറി ഇപ്പം റെഡിയാക്കി തരാം. ഇപ്പം നിങ്ങൾ വിചാരിക്കേ കടല അങ്ങോട്ട് വേവിച്ചെടുത്തിട്ടേ ഇതേപോലെ കുറച്ച് കടലയും തേങ്ങയും കൂടെ അരച്ചതിലേ ചേർത്ത് കൊടുത്താൽ പോരെയെന്ന്. ഇടക്കിടക്ക് ഒരു ടേസ്റ്റ് വേണ്ടേ? മസാല ഉള്ള കടലയിലേക്ക് ഇതേപോലെ അരച്ച് ചേർത്തിട്ടുണ്ടെങ്കിലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്നേ, അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളിത് കാണിച്ചു തന്നത്. എന്നിട്ട് ഞാൻ കുറച്ച് താളിപ്പും കൂടെ നടത്തിയിട്ട് ആ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതേ കടലക്കറി നല്ല റെഡി ആയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ എപ്പോഴും പറയണ പോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. എന്നാലല്ലേ നമുക്ക് ഇനി വീഡിയോ ഇടാനൊക്കെ തോന്നുള്ളൂ. അപ്പം ഇത്ര നേരം വീഡിയോ ചെയ്യേണ്ടതന്നെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ.